22 പറയുന്നത് ഇങ്ങനെയാണ്: അവർ ഇനി ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും കൂടി പറിച്ച് ഭക്ഷിച്ച് അമർത്യരാകാതിരിക്കാൻ ദൈവമായ കർത്താവ് അവരെ ഏദെൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പ്രൈസ് ദി ലോർഡ്. വായിച്ചൊന്ന് 22. അനന്തരം അവിടുന്ന് പറഞ്ഞു, മനുഷ്യരിതാ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെ ആയിരിക്കുന്നു. കണ്ടിന്യൂ. ഇനി അവൻ കൈനീട്ടി ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി പറിച്ചു തിന്ന് അമർത്യനാകാനിടയാകരുത്. കണ്ടിന്യൂ. കർത്താവ് അവനെ ഏദെൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം. അപ്പൊ എന്തുകൊണ്ടാണ് ഏദെൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയത്? അവരവിടെ നിന്നാൽ അവർ ഇനി ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് കൂടി പറിച്ച് ഭക്ഷിച്ചാൽ അവർ അമർത്യരാകും. എന്താ അമർത്യരായാലുള്ള ദൂഷ്യം? ശ്രദ്ധിക്കണേ. അവരിപ്പോൾ മരണാവസ്ഥയിലാണ്. പാപം മൂലം അവരുടെ ആത്മാവ് പൈശാചിക അവസ്ഥയിലാണ്. ഈ മരണാവസ്ഥയിൽ നിന്നും അവരെ മോചിപ്പിക്കാൻ കർത്താവ് യേശു മിശിഹ വരുമ്പോൾ മാത്രമേ സാധിക്കുള്ളൂ. മനസ്സിലായില്ലേ? മനസ്സിലായല്ലോ? അതിനു മുമ്പ് ഈ മരണാവസ്ഥയിൽ, അവരുടെ ആത്മാവിന്റെ ഈ പതനാവസ്ഥയിൽ, ഈ പാപാവസ്ഥയിൽ, ഈ പൈശാചികാവസ്ഥയിൽ അവർ ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും പറിച്ചു ഭക്ഷിച്ചാൽ ആ പൈശാചിക അവസ്ഥയിൽ അവർ അമർത്യരാകും. അപ്പൊ അവരാരാവും? അവർ പിശാചായിട്ട് മാറും. ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് വലിയ വാത്സല്യത്തോടെ പറഞ്ഞു, മക്കളെ, എനിക്കറിയാം നിങ്ങൾ മണ്ണ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് നിങ്ങൾക്ക് ഈ ബലഹീനതകളൊക്കെ ഉണ്ടാവും, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിക്കാനുള്ള പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം നിങ്ങൾ ഇവിടെ നിന്നാൽ കൂടുതൽ അപകടമാണ്. നിങ്ങൾ വലിയ തെറ്റ് ചെയ്യും. പിന്നെ നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ അവസ്ഥയിൽ ജീവന്റെ വൃക്ഷത്തിൽ നിന്നെങ്ങാനും പറിച്ചു ഭക്ഷിച്ചു പോയാൽ പിന്നെ, അതുകൊണ്ട് ഞാൻ ഏദെൻ തോട്ടം അടയ്ക്കാൻ പോവുകയാണ്. ഞാൻ ജീവന്റെ വൃക്ഷത്തിന് കാവൽ നിർത്താൻ പോവുകയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ. എന്നിട്ട് 21-ാമത്തെ വചനത്തിൽ പറയുകയാണ്, ദൈവമായ കർത്താവ് അവർക്ക് തുകൽ കൊണ്ടൊരു ഉടയാട ഉണ്ടാക്കി കൊടുത്തു. എന്തിനാണ് തുകൽ കൊണ്ട് ഉടയാട ഉണ്ടാക്കുന്നത്? എന്താണ് തുകല്? തുകൽ എങ്ങനെ ഉണ്ടായി? തുകൽ എങ്ങനെ ഉണ്ടാകും? തുകൽ എങ്ങനെ ഉണ്ടാക്കി? തുകലുണ്ടാക്കാൻ ഒരുപക്ഷെ മൃഗത്തിനെ കൊന്നു കാണൂലേ? ഏത് മൃഗത്തിനെ ആയിരിക്കാം കൊല്ലാൻ സാധ്യത? ആടിനെ ആയിരിക്കാം. അങ്ങനെ ആടിനെ ബലിയർപ്പിച്ചു. അഥവാ ആടിന്റെ തുകൽ, കുഞ്ഞാട് രംഗപ്രവേശം ചെയ്തു. വരാനിരിക്കുന്ന ദിവ്യ കുഞ്ഞാടിന്റെ ആ നീതിയുടെ കവചം മുൻകൂറായി അവരെ ധരിപ്പിച്ചു. അവരോട് പറഞ്ഞു, അവരെ തുകൽ കൊണ്ട് ലെതർ ജാക്കറ്റ് ഉണ്ടാക്കി അവരെ ധരിപ്പിച്ചു. പറഞ്ഞു, നിങ്ങൾ ധൈര്യമായി പോയിക്കൊള്ളൂ, രക്ഷകൻ വരുന്നു വഴി. കണ്ടോ, ഇത് ശിക്ഷയാണോ? ഇങ്ങനെയാണ് ദൈവവചനത്തിന്റെ ആഴത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. പെട്ടെന്ന് ഇത് കൂടി ഒന്ന് പറഞ്ഞോട്ടെ. ഈശോ മരിച്ചു, ഈശോയെ ശരീരം അടക്കം ചെയ്തു. ഈശോ ആ ശനിയാഴ്ച ഈശോയുടെ ആത്മാവ്, അപ്പൊ മരിച്ചു എന്ന് പറഞ്ഞാൽ ഈശോ പാപമോചനത്തിന്റെ ബലി അർപ്പിച്ചു. മനുഷ്യന്റെ പാപം മുഴുവനും തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ ആരുടെ പാപം ഏറ്റെടുത്തു? ആദ്യ മാതാപിതാക്കളായ ആദത്തിന്റെയും ഹവ്വയുടെയും പാപം യേശു ഏറ്റെടുത്ത് അതിന് പരിഹാരം ചെയ്ത് ആ പാപം മൂലമുണ്ടായ മരണത്തിൽ നിന്നും മനുഷ്യവംശത്തെ വീണ്ടെടുത്തു. മരിച്ചു, അടക്കി. ഈ അടക്കിയ അവസ്ഥയിൽ യേശുവിന്റെ ആത്മാവ് ആദത്തെയും ഹവ്വ വരെയുള്ള ആ പഴയ നിയമത്തിലെ മുഴുവൻ മനുഷ്യരിലേക്ക് കടന്നു ചെന്ന് മരിച്ച ആത്മാക്കളോട് സുവിശേഷം പ്രഘോഷിച്ചു. അവരെ
സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നു. അതാണ് കാറ്റഗിസത്തിലും സഭയുടെ പ്രബോധനങ്ങളിലും എല്ലാം പറയുന്നത്. കാറ്റഗിസത്തിൽ 635 നമ്പറിൽ പറയുകയാണ്, കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് ഈ പാതാളത്തിൽ കിടക്കാൻ വേണ്ടിയല്ല, എന്നോടൊപ്പം ഉയർത്ത സ്വർഗത്തിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തത്. അതുകൊണ്ട് ഉണരുവിൻ. അങ്ങനെ അവരെ സ്വർഗത്തിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പൊ ആദവും ഹവ്വയും എവിടെയാ ആദവും ഹവ്വയും? സ്വർഗത്തിലാണ്. അതാണ് നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ ഗാനങ്ങളിൽ ഒരു ഗാനം പെട്ടെന്ന് ഞാനൊന്ന് പാടി നോക്കട്ടെ കേട്ടോ. ഒരു സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകാനായി സ്വർഗം തന്നെ ഭൂമിയിലിറങ്ങി മഹിരാത്ഭുതമേ. മനസ്സിലായോ? അപ്പോൾ ആദിമാതാപിതാക്കൾ ആണ് ഏറ്റവും വലിയ പാപികൾ. അവർ സ്വർഗത്തിൽ ചെന്നു. അപ്പൊ ഇനി ഒരുപാട് ചോദ്യങ്ങൾ വരും. അപ്പൊ നരകം ഇല്ലേ? അപ്പൊ ഈ പാപികളെയൊക്കെ എന്ത് ചെയ്യും? ഈ പാപികളൊക്കെ സ്വർഗത്തിൽ പോകുമോ? ഒരാള്, ഞാനിപ്പോ ഒരു മോണോ ആക്ട് കാണിച്ച ഒരാൾ, രണ്ടുപേരും ഇങ്ങോട്ട് വായും, മോനും വായും, ജോസഫ് പോവാ. പാപികൾ, ഇപ്പൊ ഞാനൊരു വലിയ പാപിയാണ്, ഞാനൊരു വലിയ പാപിയാണ്. എന്താ എൻ്റെ അവസ്ഥ? ഇപ്പൊ 2 റോളാണ്. ഇദ്ദേഹം ഒരു വൈദികനായിട്ടും കത്തോലിക്ക സഭയായിട്ടും നിൽക്കുകയാണ് ആക്ടിങ്. ഇദ്ദേഹം ഒരു പിശാചിന്റെ റോളാണ്. കുഴപ്പമില്ലല്ലോ, ഇങ്ങോട്ട് കയറി നിന്നു. അപ്പോൾ പിശാച് എന്നെ പിടിച്ചു വലിക്കുകയാണ്. എന്നെ ഇങ്ങനെ പിടിച്ചു വലിച്ചോ? പിശാച് എന്നെ പിടിച്ചു വലിക്കുന്നു. എവിടേക്ക് കൊണ്ടുപോകണം എന്നാ പിശാചിന്റെ ആഗ്രഹം? എന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകണം. എന്നെ പിശാച് വലിക്കുന്നത് കണ്ടിട്ട് നോക്കി നിൽക്കുന്ന കർത്താവാണോ അവിടെ? അപ്പൊ ഈ കർത്താവ് ഈശോ മിശിഹ എന്റെ പാപത്തിന് മുഴുവനും പരിഹാരം ചെയ്യുകയും കത്തോലിക്ക സഭയിലെ 500,000 പുരോഹിതന്മാര് 5 ലക്ഷം പേര് എല്ലാ ദിവസവും ബലിയർപ്പിക്കുന്നതും മാർപ്പാപ്പ ബിഷപ്പ്മാരെല്ലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എനിക്കുണ്ടോ? കിട്ടുമോ? നിങ്ങൾ ചെല്ലുന്ന കൊന്തയെല്ലാം ഓയൻഡീശോയെ ഒന്ന് പ്രാർത്ഥിച്ച്, ഓയൻഡീശോയെ കയറി നിൽക്കുവാൻ, ഓയൻഡീശോയെ വലിച്ചോ, എന്നെ പിടിച്ച് വലിച്ചോ, ഓയൻഡീശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകത്തിൽ ഞങ്ങൾ രക്ഷിക്കണേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് തോമസ് പോളിനെയും സ്വർഗത്തിലേക്ക് ആനയിക്കണേ. അതെ, അവിടെ വലിക്കണോ? വലി വരണ്ടോ? അപ്പൊ ആരെ ജയിക്കണേ? കണ്ടോ, ആര് ജയിക്കും പറയും? പാപി സ്വർഗത്തിൽ പോകുവോ? കർത്താവ് സ്വർഗം തുറന്നത് ആരെ കയറ്റാൻ വേണ്ടിയിട്ടാ? പാപികൾക്ക് വേണ്ടിയിട്ടാ. നമ്മൾ ഈ പ്രാർത്ഥിക്കണതും കൊന്തയറണതെല്ലാം ആർക്ക് വേണ്ടിയിട്ടാ? പാപികളെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. സന്തോഷമായോ എന്നും പറഞ്ഞുകൊണ്ട് ഇത് പറയുമ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും എന്തും വേണം ചെയ്യാന്നുള്ള ലൈസൻസ് ആകും ബ്രദറെ. അതുകൊണ്ട് സൂക്ഷിക്കല്ല, സത്യം അറിയുകയാണെങ്കിൽ സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. ഈ സത്യം നമ്മൾ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും പാപം ചെയ്യുന്നത്. ഈ സത്യം അറിയുകയാണെങ്കിൽ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരം നമ്മളിൽ പൂർണ്ണമായി അഭിഷേകം ചെയ്ത് പിന്നെ നമുക്ക് പാപം ചെയ്യാൻ പറ്റില്ല. അതാണ് വചനം പറയുന്നത്. പാപം ചെയ്യാൻ പറ്റില്ല. പാപം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. അപ്പോൾ ഇതെല്ലാം കൂടുതൽ നമ്മൾ പഠിക്കണം. ഇതിപ്പോ നമ്മൾ ജ്ഞാനത്തെക്കുറിച്ച് ഇത്രയും പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇത് ഇത്രയും പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലാവണത്. അപ്പൊ ഈ ജ്ഞാനത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചാലേ നമുക്ക് വചനത്തിന്റെ തന്നെ അന്തരാർത്ഥം മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, പിള്ളേരെല്ലാം റെസ്റ്റ്ലെസ് ആയി. നമുക്ക് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം. നമുക്കൊന്നുകൂടി നന്ദി പറയാം. ദൈവമേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഒരു കാര്യം കൂടി, ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്ഷനാണ് ജീസസ് വണ്ടർ ആനിമേഷൻ ഫിലിം. നിങ്ങൾ കണ്ടു കാണും. ആ പ്രൊഡക്ഷൻ കുട്ടികൾക്ക് വളരെ നല്ല, അത് നിങ്ങൾക്ക് യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് കാണാം. അതുകൂടാണ്ട് കിൻഡർ
JesusWonderTV എന്ന് പറഞ്ഞ എൻ്റെ ഒരു ചാനലുണ്ട്. JesusWonder.org ഇല്ലാത്തെല്ലാം ജീസസ് വണ്ടർ എന്ന് അടിച്ചു നോക്കിയാൽ ഈ കാർട്ടൂൺസ് എല്ലാം കാണാം. അതെല്ലാം കുട്ടികൾ കാണിക്കുന്നത് വളരെ നന്നായിരിക്കും. ഒരിക്കൽ കൂടി ദൈവമേ നന്ദി പറയുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗുഡ് നൈറ്റ്.